എന്റെ പടച്ചോനെ, ആദിലെയും ഷൈത്തിയെ പോലുള്ള ഒരു ഫ്രണ്ട് ശത്രുക്കൾക്ക് പോലും ഉണ്ടാകില്ലേ. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നല്ല. ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി മാത്രം. അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം. ആദിലെയും ഷൈത്തിയെ പോലെ ഒരു ഫ്രണ്ട് ശത്രുക്കൾക്ക് പോലും ഉണ്ടാകല്ലേ എന്നൊരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. വേറൊന്നുമല്ല, പുറകിൽ നിന്ന് സുഹൃത്തുക്കളെ കുത്തുകയും കാലുവാഴുകയും ഇവർ ചെയ്ത കുറ്റങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടുകയും നല്ല പിള്ള ചമയും ചെയ്യുന്ന ഇതുപോലുള്ള സുഹൃത്തുക്കളെ കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം വേണം, അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ഒരു സുഹൃത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ ചതിക്കാൻ പാടില്ല. അത് എൻ്റെ സുഹൃത്തോ നിങ്ങളുടെ സുഹൃത്തോ ഒക്കെ ആയിക്കണം. അവർക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലേക്കല്ല ഇടണ്ടേ. നമ്മൾ അവരെ മാറ്റി നിർത്തി അവരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം ഞാൻ വെള്ളം അടിക്കാത്ത ഒരാളാണ്, സത്യസന്ധമായി പറയണം. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വെള്ളം അടിക്കുകയാണ്. അപ്പം ഞാൻ അവരോട് ഇന്ന് പറയാം, എടാ വെള്ളം അടിക്കരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ തെറ്റുകാരനാവും. അതേസമയം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, പൈസ എടുത്ത് കൊടുത്തിടാ പോയി രണ്ടര അടിച്ചു എന്ന് പറഞ്ഞാൽ അവനവിടെ ഹീറോയാണ് അവരുടെ മുന്നിൽ. അല്ലെങ്കിൽ നീ വെള്ളം അടിക്കട്ടാ, നീ ഇങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ അവനവിടെ തെറ്റുകാരാവുക. അത് നമ്മുടെ സമൂഹം അങ്ങനെയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. അനുമോള് പറയാത്ത കാര്യങ്ങൾ അനുമോളോട് ഇന്ന് തല വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഷാനവാസിനെയൊക്കെ വലിച്ചു ഇഴക്കുക. എന്നിട്ട് ഇവരെല്ലാ കുറ്റങ്ങളും ഷാനവാസിന്റെ തലയ്ക്കും അനുമോളത് പെടലിക്കും വെച്ച് കൊടുക്കുക. ഇമാതിരിയൊക്കെ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടണമെങ്കിൽ പുണ്യം കിട്ടണം. ഷൈത്യയെ പോലെ ഒരു നല്ല ഫ്രണ്ട് എനിക്കില്ലാതെ പോയല്ലോ സുഹൃത്തുക്കള്, ഷൈത്യ ആദിലെ പോലെ. ഇപ്പം ഷൈത്യക്കാൾ കട്ടപ്പ ആദിലിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പിന്നിൽ നിന്ന് കുത്തുന്ന സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഏത് സമയത്ത് അവർ നമ്മുടെ റിയൽ ഫ്രണ്ട് അല്ല. അവർ നമ്മളെ ഏത് സമയത്തും നമ്മളെ പിന്നിൽ നിന്ന് കുത്തും. അവർക്ക് നമ്മുടെ നന്മയോ അല്ലെ നമ്മുടെ ഇതൊന്നും അല്ല അവർക്ക് വേണ്ട. നമ്മളെ എങ്ങനെയെങ്കിലും തകർക്കുക, നമ്മുടെ കൂടെ നിന്ന് നമ്മളെ തകർക്കുന്ന ഫേക്ക് ഫ്രണ്ട്സ് ആണ് ഈ ആദിലെ ഷൈത്യെ പോലുള്ളവർ. ഈ പറഞ്ഞതെല്ലാം എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാനൊരു പല കാര്യങ്ങളും പറഞ്ഞ് വീണ്ടും പറയുകയാണ്. അനുമോളും ജിസയിലും ആരും തമ്മിൽ ഇഷ്യൂ സമയത്ത് അനുമോളെ എരിവ് കയറ്റി വിട്ടത് ഈ ഷൈത്യയും ആദിലവിടെ കൂടിയാണ്. ഒരുപാട് ക്ലിപ്പുകളുണ്ട് ഇവർക്കെതിരെ പറയുന്നത്. അതുപോലെ ബിൻസിയുടെയും അപ്പാനിയുടെയും സംഭവത്തിൽ ഷാനവാസിനെ എരിവ് കയറ്റി വിടുന്നത് ഇതേ ഷൈത്യയും ഇതേ ആദിലയുടെ കൂടിയാണ്. നൂറ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നല്ല. നൂറ പെട്ടെന്ന് അങ്ങോട്ട് അതിൽ നൂറ ഉണ്ട് അതിൽ. എന്നിട്ടാണ് ഇവർ നല്ല ഉള്ള ചമഞ്ഞ് ഇവർ ഭയങ്കര ഇത് ചെയ്യുന്നത്. ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഇവർ അതിലെല്ലാം ഉണ്ട്. എന്നിട്ട് ഇവര് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് ഒന്നേ അനുമോടെ പടലിക്ക് വെച്ചു കൊടുക്കുക, അല്ലെ ഷാനവാസിന്റെ പടലിക്ക് വെച്ചു കൊടുക്കുക. ഇതാണ് അവർ ചെയ്യുന്നത്. ഇമാതിരി ഒരു ഫ്രണ്ടിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം, അറിയാമോ നിങ്ങൾക്ക്? എന്തായാലും എനിക്കിത് ഇമാതിരി ഫ്രണ്ട്സ് ഒന്നുമില്ല. ഇനി ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്ന ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ.